ഹലോ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ഇന്ന് വന്നിട്ട് എന്നത്തെയും പോലെ ഒരു മോർണിംഗ് റൊട്ടീനല്ല. ഇപ്പോൾ ഇരുട്ടായിരിക്കുന്നത് കണ്ട് രാത്രിയാണെന്ന് വിചാരിക്കരുത്. സമയം ഒരു 4:30 മോർണിംഗ് റൊട്ടീനല്ല, ഇതൊരു ഡേ ഇൻ മൈ ലൈഫാണോ എന്ന് ചോദിച്ചാൽ ഡേ ഇൻ മൈ ലൈഫാണെന്നൊക്കെ പറയാം. ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ഹാപ്പി ഡേയ്സാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഡേ ആണ്. കാരണം ഞങ്ങൾ തമ്മിലതിനെ കണ്ടതുപോലെ തന്നെ 6 മാസത്തിന് ശേഷം, 6 ഏതാണ്ട് ഒരു 7 മന്ത് അടുപ്പിച്ച് വരും. 7 മന്തിന് ശേഷം ഇന്ന് ചേട്ടൻ വരികയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ആ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ എല്ലാം. അപ്പോൾ ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫുള്ളൊന്ന് അടിച്ച് വാരിയിട്ട് വിളക്ക് കൊളുത്തിയ സമയമായപ്പോൾ തന്നെ വെട്ടമൊക്കെ വീണിട്ടുണ്ട്. ഒരു 6 മണി ആയിട്ടുണ്ട്. അപ്പം 4:30 എണീറ്റ് 2 മണിക്കൂർ ഫുള്ള് ഞാൻ അടിച്ച് വാരി തൂത്ത് തുടച്ച് എല്ലാം ക്ലീനാക്കി. ഇന്നിപ്പോൾ സൂര്യൻ ഉദിക്കുന്നതേ ഉള്ളൂ. ചെറുതായിട്ട് മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ നമ്മളൊരു കോടമഞ്ഞിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ട്. മൂന്നാറിലേക്ക് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം 7 മന്ത് എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഡേയ്സ് ആയിരുന്നു. കാരണം ഞാൻ ആ ഡീപ്പ് ക്ലീനിങ് ഡേയിൽ പറഞ്ഞിരുന്നു നമ്മുടെ വീട്ടിൽ കുറച്ച് നാൾ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. എൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടതുപോലെ അതെനിക്ക് കുറച്ച് ദിവസം നിൽക്കാനായിട്ടുള്ളൊരവസരം കൂടിയാണ്. അപ്പോൾ വീടൊക്കെ ഇപ്പോൾ കണ്ടത് ഇങ്ങനെയാണ് എൻ്റെ വീട് ഫുള്ള് ഇരിക്കുന്നത്. എല്ലാവർക്കും മാറ്റി ഫുള്ള് ഞാൻ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പട്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അവിടെ ഒരു ചവിട്ടി ഒരു മാറ്റ് എടുത്ത് അവിടെ ഇട്ടിരിക്കുന്നത്. കാരണം ഭയങ്കരമായിട്ട് പട്ടിയുടെ ശല്യമുണ്ട്. നമ്മളില്ലാത്തത് കൊണ്ടും അതിനറിയാമെന്ന് തോന്നുന്നു. അതിൻ്റെ താമസ സ്ഥലമായിട്ടൊക്കെ അതെടുത്തു. അപ്പോൾ ഞാൻ അടുക്കളയിലൊക്കെ ഒന്ന് നന്നായിട്ടൊരു സ്മെല്ല് വരാൻ വേണ്ടിയിട്ട്, കാരണം നമ്മൾ അടച്ചിട്ടിരിക്കുന്ന വീടല്ലേ, അവിടെയും ഞാൻ ചെയ്യാറുണ്ട് അത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു പൂപ്പലിൻ്റെ സ്മെല്ലുണ്ട്, മഴയും കൂടെയൊക്കെ ആയതുകൊണ്ട്. അത് പോകാനായിട്ടൊരു സാമ്പ്രാണി തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഞാൻ പിന്നെ ജനലുകളെല്ലാം ഒന്ന് തുറന്നിട്ടു. കാരണം ഇവിടുത്തെ ഈ ഒരു പൊടിയുടെയൊക്കെ മണമൊക്കെ പോകാനായി. ഏതാണ്ടൊക്കെ മണമൊക്കെ മാറി നമ്മുടെ ഒരു വീട്ടിൽ താമസത്തിൻ്റെ ഒക്കെ ഒരു ഇതായിട്ടുണ്ട്. എന്നാലും ഞാൻ എല്ലാവർക്കും ഒന്ന് ഓപ്പൺ ചെയ്തൊക്കെ ഇട്ടിട്ട് ഞാൻ എന്നിട്ട് ഇങ്ങനെ പോയി നോക്കുകയാണ് എല്ലാവർക്കും ഓക്കെ ആണോ. പക്ഷേ സാധനങ്ങളൊന്നും വേവിക്കാനായിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഞാൻ രാവിലെ എഴുന്നേറ്റ് ഇരുന്ന് പാല് എന്തെങ്കിലും കഴിക്കണമെങ്കിൽ, അമ്മ കൂടി ഉണ്ട് കേട്ടോ, അപ്പോൾ പാലോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ തന്നെ ഞാൻ പോയി മേടിക്കണം. ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാം പോയി മേടിച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ കട തുറക്കണമല്ലോ. അപ്പോൾ കടയിൽ പോയി എല്ലാ സാധനവും വാങ്ങിച്ചിട്ട് ഇരിക്കുന്നതാണ് ആ കാണുന്നത് കേട്ടോ. എല്ലാം ഇങ്ങനെ പയർ തൊട്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയത്തില്ലേ, എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിച്ച് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്നെ അമ്മ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓരോ ബോക്സും മഞ്ഞപ്പൊടിയൊക്കെ പറ്റിയിരിക്കുന്ന ബോക്സൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അമ്മ നന്നായിട്ട് തുടച്ച് തരുന്നുണ്ട്. നമ്മൾ മഞ്ഞ കളർ നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഇതിലിടുമ്പോൾ അങ്ങനെ ഒരു കളർ വരത്തില്ല. അപ്പം എല്ലാം ഞാൻ അടുക്കി ഓരോന്നിൻ്റെ പ്ലേസിലാക്കി ഇനി ഒന്ന് അറേഞ്ച് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതെല്ലാം നടക്കുമ്പോൾ 10 മണി ആയിട്ടുണ്ട്. ഇനി പോയി ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ പച്ചക്കറിയും വേവിക്കാനുള്ളതും എല്ലാം വാങ്ങിച്ചു. പക്ഷേ എന്ത് ചെയ്യണം, കുക്ക് ചെയ്യണം. അതൊരു വലിയ ജോലിയാണല്ലോ. ഇനി കുക്കിങ്ങാണ് എൻ്റെ മുമ്പിലുള്ളൊരു ടാസ്ക്. ഇനി എല്ലാം ഒന്ന് ഒതുക്കി അടുക്കി പറക്കിയൊക്കെ വെക്കണം. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല ഐശ്വര്യമായിട്ട് അമ്മ തന്നെ അരി പൊട്ടിച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ അരി പൊട്ടിച്ചിട്ടിട്ട് എല്ലാം അടുക്കി വെച്ചു. അപ്പോഴേ അമ്മ പറഞ്ഞു എനിക്ക് പോകാൻ സമയമായി. കാരണം അമ്മയ്ക്ക് ഇവിടെ നിന്നൊരു 2 ബസ് എടുത്ത് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാനും അമ്മയും ജോലി സ്ഥലത്ത് നിന്ന് നേരെ ഈ വീട്ടിലോട്ട് വന്നിട്ട് അമ്മ എനിക്കെല്ലാം ഒന്ന് ഒതുക്കിയൊക്കെ തന്നതിന് ശേഷം അമ്മ പോയി. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചോറൊക്കെ ഇതാക്കിയിട്ട് ചൂരയാണ് കിട്ടിയത് കേട്ടോ. നല്ല ചൂരയായിരുന്നു. കാണുമ്പോൾ ഇങ്ങനെ തോന്നുന്നില്ലെങ്കിൽ നല്ല രക്തം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഫ്രഷ് ചൂരയായിരുന്നു. അപ്പോൾ ആ ചൂര നന്നായിട്ട് കട്ട് ചെയ്തൊക്കെ വെച്ചു. ഞാൻ വിചാരിച്ചു കുറച്ച് കറിയും വെക്കാം, വറുക്കുകയും ചെയ്യാം. വറുക്കാനായിട്ട് ഞാൻ വന്നിട്ട് നെത്തോലി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചേട്ടൻ പറഞ്ഞു എനിക്ക് ചൂരയും കൂടി വറുക്കണം എന്ന് പറഞ്ഞു. ശരി എന്നാൽ വറുക്കാമെന്ന് വിചാരിച്ചു. ചേട്ടന് ചീരത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്, അത് ചുവപ്പ് ചീര. അപ്പോൾ അത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നു. അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും മീൻ ഞാൻ കുറച്ച് വലിയ പീസ് നോക്കിയെടുത്ത് മാറ്റി വെച്ചു ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ആസ് യൂഷ്വൽ മുളക് പൊടി ഇട്ടു. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട കുരുമുളക്, കറുത്ത പൊന്നി അല്ലേ, നമ്മുടെ ബ്രിട്ടീഷുകാർ പറഞ്ഞ നമ്മുടെ ബ്ലാക്ക്
ബ്ലാക്ക് ഗോൾഡ് എന്നല്ലേ പറയാം, അതാണ്, കൂടുതൽ തിരിക്കാനില്ല. അപ്പോൾ അത് ഇട്ടു. നമ്മുടെ കറുത്ത പൊന്നിനെയും കൂടെ ഇട്ടെന്ന് വേണമെങ്കിൽ ചൊരിക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മീൻകുട്ടനെ. സത്യം നല്ല ഹാപ്പി ആയിട്ടാണ് കേട്ടോ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം കുറേ നാളായി ഞാൻ കുക്ക് ചെയ്ത് ചേട്ടന് കൊടുത്തിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് ഞാൻ കൈകൊണ്ട് തന്നെ ഞഴി വെച്ചു. എന്നിട്ട് അതിനെ നേരെ ഞാൻ ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെച്ചു കുറച്ച് നേരം. അതായത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിനകത്തേക്ക് ഒന്ന് തട്ടിത്തടവി മോനും കിടന്ന് ഉറങ്ങിക്കോന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് വന്നിട്ട് മീനിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ മീനിൽ ചേട്ടന് കുറച്ച് ഐറ്റംസുകളൊക്കെ ഇടണം. അപ്പോൾ മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇതെല്ലാം കൂടി നന്നായിട്ട് വറുത്താണ് ഞാൻ എടുക്കുന്നത്. അതൊന്ന് ചട്ടിയിലെടുത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് വറുത്താണ് അരയ്ക്കുന്നത്. അയ്യോ, അപ്പോൾ പൊടികളെല്ലാം വറുത്തതിന് ശേഷം തേങ്ങയിലോട്ടിട്ടു. പിന്നെ അതിൽ ഞാൻ കുറച്ച് ഇഞ്ചി ഇട്ടു, പുളി ഇട്ടിട്ടുണ്ട്. പുളിയിൽ ഇതും ഇട്ടല്ലോ, അരി മാറ്റിയതിന് ശേഷമാണ് ഇട്ടത്. അപ്പോൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് നോക്കി. അപ്പം ഞാൻ നോക്കിയപ്പോൾ മീൻ ഒരുപാടുണ്ട്, ഒരു വലിയൊരു ചൂര തന്നെ ആയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു തൂത്തുക്കുടിയേക്കാളും ഇവിടെയാണ് മീനിന് വിലക്കുറവ് തോന്നുന്നു. ഞാൻ അവിടേക്ക് സത്യം പറഞ്ഞാൽ 1 കിലോ നമ്മുടെ ചൂരയ്ക്കൊക്കെ നല്ല വിലയുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര അതിശയം തോന്നി. പക്ഷേ ഞാൻ മൊത്തം വെക്കണ്ടായിരുന്നു, കുറച്ച് ഫ്രിഡ്ജിലെടുത്ത് വെക്കാമായിരുന്നു എന്ന് വിചാരിച്ചു. എന്നാലും വിചാരിച്ചു കുറച്ച് ഇരുന്നാലും സാരമില്ല, ചേട്ടന് ഇഷ്ടമാണ്. അപ്പം അടുത്ത് മരിച്ചീനി. ഈ മരിച്ചീനി ഒരു വലിയ കഥയാണ് കേട്ടോ. ഞാൻ നോക്കിയിട്ട് കിട്ടണേ ഉണ്ടായിരുന്നില്ല. ഞാൻ എല്ലാ സ്ഥലത്തും പോയി മരിച്ചീനി ഉണ്ടോ എന്ന് ചോദിക്കുന്ന മാതിരി എല്ലായിടത്തും പോയി നോക്കി. പക്ഷേ മരിച്ചീനി കിട്ടിയില്ലായിരുന്നു. അവസാനം അറ്റ് ലാസ്റ്റ് നോട്ട് എൻഡ് എന്ന് പറയുന്ന കണക്ക് ഞാൻ മരിച്ചീനിയെ കിട്ടി. അപ്പോൾ അതും കഴുകി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 അടുപ്പ് മാത്രം ഉണ്ടാവുക പോരാ, 1 അടുപ്പും കൂടി വേണമെന്ന് തോന്നുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇതൊക്കെ. പെട്ടെന്ന് തീർക്കണം. ചേട്ടൻ അപ്പോഴത്തേക്ക് അടുത്ത് വരാറായി. അതായത് ഇനി ഒരു 3 മണിക്കൂർ പോലും 3 മണിക്കൂറില്ല, ചേട്ടൻ അപ്പോൾ കയറിയിട്ടില്ല. ഞാൻ എന്തൊരു കുക്ക് ചെയ്ത് വന്നുമ്പോൾ സമയമായി. കാരണം എല്ലാം പച്ചക്കറികളും എല്ലാം ഒക്കെ അടക്കി പറക്കി വെക്കണമായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുകിട്ടു. അതിനുശേഷം ഉലുവയിട്ടൊന്ന് പൊട്ടിയതിന് ശേഷം ചെറുള്ളി അരിഞ്ഞതിട്ടു. എല്ലാവരും മീൻകറി വെക്കും പോലെ തന്നെയാണ്. പിന്നെ എനിക്ക് എന്തോ ഇതൊക്കെ പലയിടത്തു നിന്നായിട്ട് കിട്ടിയതാണ് കേട്ടോ. ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ വറുത്ത് അരയ്ക്കുന്നത് വന്നിട്ട് എനിക്ക് ചേട്ടൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു ഇതാണ്. എനിക്കത് കൂട്ടിയപ്പോൾ നല്ലതായിട്ടൊന്ന്. എൻ്റെ അമ്മ വന്നിട്ട് ചെറിയ ഉള്ളി ഇങ്ങനെ കീറിയിടും. ചെറിയ ഉള്ളി നമ്മൾ മീൻകറിയുടെ കൂടെ ഇട്ട് വേക്കും. പക്ഷെ അതെനിക്കത്ര ഇതായിട്ട് അമ്മ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ്, ഞാൻ ഉണ്ടാക്കുമ്പോൾ അത് വരാറില്ല. പിന്നെ എൻ്റെ ഒരു കലാപരിപാടിയാണ് തക്കാളിയും മുരിങ്ങക്കയും പച്ചമുളകും എന്തൊക്കെ ഉണ്ടോ അതെല്ലാം മീനിലടുത്തേക്ക് ഇടുക. അതെനിക്ക് മീൻ കഴിക്കുന്നതിനേക്കാളും ഇതിൻ്റെ സംഭവങ്ങൾ കഴിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അരച്ച് കണ്ടില്ലേ, നല്ല കളറുണ്ട്. പക്ഷേ ഇതിലിങ്ങനെ കളർ മങ്ങിയിരിക്കുന്നത് എന്താണെന്ന് അറിയത്തില്ല. ഇപ്പോൾ എഡിറ്റ് ചെയ്യാൻ നേരത്തെ നോക്കി നല്ല മീൻകറിക്ക് നല്ല കളറുണ്ടായിരുന്നു. പിന്നെ അതൊന്ന് അരച്ച് വെച്ച ശേഷം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഒരു കൈക്കണക്കാണ്, എനിക്കിങ്ങനെ ടീസ്പൂൺ അളവിൽ പറയാൻ അറിയത്തില്ല. അപ്പോൾ അതൊന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ കഴുകി വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുത്തു. എനിക്ക് തലയാണ് കേട്ടോ ഇഷ്ടം. മീനിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് മീനൊക്കെ കഴുകാനൊക്കെ കുറച്ച് പിന്നിലോട്ടായിരുന്നു. നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. എനിക്ക് മീൻ കഴുകിയെടുക്കാനൊന്നും വലിയൊരു പിടുത്തമൊന്നും ഇല്ലായിരുന്നു. കട്ട് ചെയ്യാനും ഒക്കെ വെച്ച് പാടായിരുന്നു. പക്ഷെ ഇപ്പം കുഴപ്പമില്ല, ഇപ്പോൾ പഠിച്ച് വരുന്നതല്ല, ഇപ്പോൾ ഒരുവിധമൊക്കെ ചെയ്യും. പിന്നെ എല്ലാം പെർഫെക്റ്റും എല്ലാം തികഞ്ഞ ആൾക്കാരൊന്നും അല്ലല്ലോ. എല്ലാവർക്കും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ പറ്റും, അതുപോലെയൊക്കെ പറ്റാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് മീനൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ അരപ്പിനുള്ളിലേക്ക് വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ വലിയൊരു കുക്കൊന്നും അല്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് കുക്കിങ്ങൊന്നും അറിയത്തില്ല. പിന്നെ ചിലതൊക്കെ ഇഷ്ടമുള്ള രീതിയിൽ എന്തായാലും നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കാറുണ്ട്. അത്യാവശ്യം വീട്ടിലുള്ളവരുടെ കുഴപ്പം കൊണ്ടാണോ അത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ എല്ലാവർക്കും കുറച്ചൊക്കെ ഇഷ്ടപ്പെടാറുണ്ട്. അത്രയേ ഉള്ളൂ. വലിയൊരു കുക്കിങ്ങൊന്നും അല്ല, ഞാൻ ഒരു പെർഫെക്റ്റ് കുക്കാണെന്നൊന്നും ഞാൻ പറയത്തില്ല. പിന്നെ നമ്മുടെ അടുക്കള, നമ്മുടെ കുക്കിംഗ് സെഷൻ നമ്മൾ തന്നെയാണ് റാണി അല്ലേ, അവിടെ വേറൊരാളില്ലല്ലോ. അപ്പോൾ അതും ചെയ്തു. പിന്നെ ഒരു മാങ്ങാച്ചാറ്, പെട്ടെന്നൊരു മാങ്ങാച്ചാറ്. ഇത് സദ്യക്കെന്നൊക്കെ അല്ലേ, അതിലൊരു വലിയ കഷ്ണം കിടക്കുന്നു നോക്കുക, അത് ഞാനെടുത്ത് കഴിച്ചു കേട്ടോ. അങ്ങനെ എല്ലാം ഒരേ സൈസ് ഇരിക്കുമ്പോൾ നീ മാത്രം കിടക്കണ്ടെന്ന് വിചാരിച്ച് ഞാനെടുത്ത് കഴിച്ചു. ലാസ്റ്റ് ആണ് ഞാൻ വെച്ചത്, ചീര തോരൻ വെച്ചത്. കാരണം ചീര ചേട്ടൻ വരുമ്പോൾ ഏതാണ്ട് ഒരു 6 മണി 7 മണിയൊക്കെ ആവും. എനിക്കൊരു ഭയം, രാവിലെയൊക്കെ വെച്ച് വരുമ്പോൾ ചീത്തയായി പോയാലോ എന്നുള്ളൊരു പേടി കാരണം ഞാൻ തോരൻ മൺചട്ടിയിലാണ് ഞാൻ വെക്കാറ് കൂടുതൽ. എനിക്കതാണ് കുറച്ച് ടേസ്റ്റ് കൂടുതലായിട്ട് തോന്നുന്നത്. ഇവിടെ മാത്രം, ഞാൻ തൂടിയിൽ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇവിടെ വരുമ്പോൾ. കാരണം ഇവിടെ കുറേ ചട്ടികളുണ്ട്. ഞാൻ ക്ലീനിങ് ഡേയിൽ കാണിച്ചില്ലേ, ഒരുപാട് ചട്ടികളുണ്ടായിരുന്നു. അപ്പോൾ നെത്തോലി ഫ്രൈ ചെയ്തു, അതുപോലെ മാങ്ങ അച്ചാറ്,
ചീരത്തോരൻ, ചൂരക്കറി, മരിച്ചീനി, ചോറ്, പിന്നെന്താ പറയുക, ചൂര പൊരിച്ചത്, അങ്ങനെ കുറച്ച് ഡിഷുകളുണ്ടാക്കി. കാരണം ചേട്ടനോട് ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഇറച്ചി ഒക്കെ വേണോ എന്ന് ചോദിച്ചപ്പം ഇല്ല, ഞാൻ കുറേ നാളായിട്ട് കഴിക്കാതേക്ക് ഇരുന്നിട്ട് പെട്ടെന്നൊന്നും എനിക്ക് ഇറച്ചി വേണ്ട, വീട്ടിലെ ഫുഡ് മാത്രം മതി, മീൻ മാച്ച് കറി വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്ന് വിചാരിച്ച് എനിക്ക് പറ്റുന്നതൊക്കെ ചെയ്തു. എന്നിട്ട് നോക്കി ഫുൾ ക്ലീൻ ചെയ്തു, അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്തു. സത്യം പറഞ്ഞാൽ ഈ അടുക്കളയാണ് നമ്മുടെ ക്ലീനിങ്ങിലെ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ്. കാരണം എപ്പോഴും അഴുക്കാവും, എപ്പോഴും ക്ലീൻ ചെയ്യണം, അതാണ്. അപ്പം ഞാൻ അടുക്കളയെല്ലാം ഫുള്ള് ക്ലീൻ ആക്കി അവിടെ നിന്ന് അങ്ങോട്ട് മാറി. കാരണം ഇനി ഒരു 3 മണിക്കൂറും കൂടെ ഉള്ളൂ നമ്മുടെ ഇന്ദുചൂടൻ നാട്ടിലേക്ക് വരാൻ. 6 മാസത്തെ ഇടവേള, 6 വർഷത്തെ ഇടവേളയായിരുന്നു എന്നാൽ ഇത് പറയാം. 6 മാസത്തെ ഇടവേളകൾക്ക് ശേഷം നമ്മുടെ ഇന്ദുചൂടൻ നാട്ടിലേക്ക് വരുന്ന ദിവസം അല്ലേ. അപ്പം ഇനി വരാൻ കുറച്ചേ ഉള്ളൂ. ഞാനെല്ലാം ക്ലീനാക്കി ബെഡ്റൂമൊക്കെ വിരിച്ച് നല്ല പോലെ പൊട്ടിയെല്ലാം കഴിഞ്ഞ് ഞാൻ അന്നേ ഉണക്കാനൊക്കെ ഇട്ടിരുന്നല്ലോ, അതെല്ലാം റെഡിയാക്കി ഇട്ടു. ഇനി ഞാൻ പോയി റെഡി ആവണം. 6 മണിയായിപ്പോയായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റായി. എന്നെ വന്ന് ഓട്ടമാമൻ വെല്ലടിച്ച് വിളിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. കാരണം ഞാൻ ഇങ്ങനെ വൃത്തിയാക്കി നിന്നപ്പോൾ ഞാൻ ടൈം നോക്കാൻ മറന്നുപോയി. അപ്പം നമ്മളെല്ലാവരും നമ്മുടെ ഫോൺ കയ്യിലെടുത്ത് വെക്കണം. അപ്പോൾ ഓട്ടോമാമൻ ചോദിച്ചു, ഹസ്ബൻഡ് ഇന്നലെ വരണം. ഞാൻ പറഞ്ഞു അതെ, സമയമായി കേട്ടോ മോളെന്ന് പറഞ്ഞു. അപ്പോൾ ഓടി ഇതാ വരുന്നു മാമാന്ന് പറഞ്ഞ് ഓടി ഇറങ്ങിയതായിരുന്നു. അപ്പം നമ്മുടെ ട്രിവാൻഡ്രം ഡൊമസ്റ്റിക് എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ശംഖുമുഖം അല്ലേ, ശംഖുമുഖം കഴിഞ്ഞ് എനിക്ക് ശംഖുമുഖം വേളയും കൂടെ തെറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇതുപോലെ മാമൻ പറഞ്ഞു അകത്തേക്ക് പോകണ്ട, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ ലേറ്റ് ആയി കഴിഞ്ഞാൽ പൈസ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ ഇറങ്ങി വന്നു. ഞാൻ ഭയങ്കര ഇതിൽ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചതാണ് ഗൈസ്. എന്നെ പറ്റിച്ചതല്ല, ഞാൻ ചെന്നപ്പോൾ ലേറ്റായി പോയതാണ്. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ കഥാനായകൻ അങ്ങനെ സ്റ്റൈലിൽ വരുവാണ്. പാവം, ഞാനത് എൻട്രി എടുക്കാൻ വിട്ടുപോയി. ഇത് മാത്രമേ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ എൻട്രി എടുത്തതേ ഉള്ളൂ. ഇപ്പോൾ മതി നിന്ന് ഷൂട്ടിങ്ങൊക്കെ നിർത്തുമെന്ന് പറയണം. എന്നിട്ട് ഞാൻ ഓട്ടോ കയറിയിട്ട് മതിയാകിയില്ല. ഞാൻ ഇങ്ങനെ എന്തൊക്കെ മാറ്റം വന്നതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചേട്ടൻ വന്നിട്ട് മാമൻ്റെ കൂടെ കത്തി വെച്ചുള്ള സംസാരങ്ങൾ ആണ്. അങ്ങനെ കുറച്ച് നേരം നമ്മളിങ്ങനെ വെളിയിലത്തെ കാഴ്ചയെ കണ്ടിട്ട് പറയുകയാണെങ്കിൽ മഴ വേണമായിരുന്നു, മഴയേ ഇല്ല, മഴ കണ്ടിട്ട് കുറച്ച് നാളായി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്താ പെയ്തു മഴ. വന്നല്ലേ വനമാല എന്ന് പറയും പോലെ മഴ വന്നു. അപ്പം ഞാൻ കാണിച്ചു കൊടുക്കുകയാണ്, കണ്ട മഴ വന്നു. അപ്പം ഋഷി ശൃംഖനാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ ഇതൊക്കെ ബാഗൊക്കെ കൊണ്ടുവച്ചിട്ട് ചേട്ടൻ വരുവാണ് കേട്ടോ. വന്ന ഉടനെ ഫുഡ് ഞാനെടുത്ത് കൊടുത്തു, കഴിച്ചു, ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഭയങ്കര ടയേർഡായിപ്പോയി. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഞാൻ ചെയ്തൊരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇനി കണ്ടിന്യൂസ് വീഡിയോസ് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വെറൈറ്റി വീഡിയോസ് ഉണ്ടാകും. കാരണം ഇനി ട്രാവൽ വീഡിയോസൊക്കെ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എവിടെയെങ്കിലുമൊക്കെ പോകാമല്ലോ എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വീഡിയോ കുറച്ചുകൂടി ഇതാക്കണമെന്ന്. അപ്പോൾ ഇഷ്ടപ്പെട്ട